മൂവിയുടെ തുടക്കത്തിൽ ഒരു കടയ്ക്കകത്തേക്ക് ഒരുത്തൻ നല്ല വേഗതയിൽ ഇങ്ങനെ ഓടി വരുന്നു. അവന്റെ കയ്യിലാണെങ്കിൽ ഒരു കുരങ്ങിന്റെ പാവയുണ്ട്. അപ്പൊ ആ ഒരു കടയുടെ ഓണർ ആയാലും, അല്ല നിന്റെ ഷർട്ടിൽ എന്താ രക്തം, ഇതെവിടുന്ന് പറ്റി? ഇല്ല സാർ, ഇത് എന്റേതല്ല, അതിനെപ്പറ്റിയല്ല ഞാൻ പിന്നീട് പറയാം. അതിനു മുന്നേ ഈ ഒരു പാവയെ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിയത്, ഇതെനിക്ക് എന്തായാലും വേണ്ട, ഇത് തിരിച്ചു തരാൻ വന്നതാണെന്ന് പറയുമ്പോൾ ആ ഒരു കടയുടെ ഓണർ പറയും, ഇതൊന്ന് വായിച്ചു നോക്ക്, ഇവിടെ നിന്ന് വാങ്ങിയ സാധനങ്ങൾ ഒരിക്കലും റിട്ടേൺ എടുക്കത്തില്ല എന്നുള്ള കാര്യം ഇവിടെ നല്ലതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പാവയെ ഞങ്ങൾ എടുക്കില്ല എന്ന് പറയുമ്പോൾ, പാവയോ സാർ, ഒരിക്കലും ഇതിനൊരു പാവയെന്ന് മാത്രം പറയരുത്, ഇത് വേറെ എന്തോ ആണ് എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു ഷോപ്പുകാരൻ പറയും, ഓക്കെ ശരി, ഇനിയിപ്പോൾ അധികമൊന്നും പറയണ്ട, എന്തായാലും ഞാൻ ഈ പാവ എടുക്കാം. അല്ല, ഈ ഒരു പാവയുടെ കൈ മുകളിലേക്കല്ലല്ലോ ഇരുന്നത്, ഇതിന്റെ കൈ നിങ്ങൾ തകർത്തിട്ട് വേറെ എന്തെങ്കിലും ചെയ്തോ എന്ന് എന്നെ ചോദിക്കുമ്പോൾ, ആ വന്നവനായാലും, എന്റെ പൊന്ന് സാറേ, അതിനെപ്പറ്റി മാത്രം സംസാരിക്കരുത്, ഇത് കൈ കൊണ്ടുവല്ലോ അതിന്റെ ആ ഒരു ഡ്രമ്മിൽ അടിച്ചു കഴിഞ്ഞാലേ അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ആ ഒരു കുരങ്ങിന്റെ പാവ തന്റെ കൈ കൊണ്ട് ആ ഡ്രമ്മില് നല്ലതുപോലെ ഇങ്ങനെ അടിക്കാൻ തുടങ്ങും. ആ അടിക്കുന്ന സമയത്ത് ഈ ഒരു പാവയെ ഇവിടെ കൊടുക്കാനായിട്ട് വന്നല്ലോ, അവൻ പതിയെ പുറകിലേക്ക് നടക്കാൻ തുടങ്ങും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്. ആ ഒരു സമയത്ത് അടുത്തുള്ളൊരു എലി ഒരു കയറിങ്ങനെ കടിച്ചു മുറിക്കുന്നുണ്ട്. അപ്പൊ അത് കെട്ടിവെച്ചിരുന്ന വലിയൊരു വാള് വന്ന് അടുത്തുള്ള ഒരമ്പിലേക്ക് വന്ന് ഇങ്ങനെ തട്ടുന്നതും അതിപ്പോ ഫയറായിട്ട് നേരെ ആ ഒരു കടക്കാരന്റെ വയറിലേക്ക് കുത്തിയിറങ്ങും. അപ്പൊ ആ ഒരു അമ്പ് കുത്തി ഉടനെ തന്നെ ഈ ഒരു പാവ പതിയെ കൈ ഇങ്ങനെ അനക്കുമ്പോഴത്തേക്കും അവന്റെ വയറിലുള്ള കുടല് മൊത്തമായിട്ടും വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. ആ ഒരു ഷോപ്പുകാരനെ ഈ ഒരു കുരങ്ങന്റെ പാവ കൊന്നു. അപ്പോഴേക്കാണ് ഈ ഒരു പാവയെ ഇവിടെ കൊടുക്കാനായിട്ട് വന്ന ആ ഒരുത്തൻ ഈ ഒരു പാവയെ ഒരുപാട് വഴക്ക് പറഞ്ഞ് നേരെ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഈ ഒരു ഷോപ്പും ആ ഒരു പാവയെ ഉൾപ്പെടെ എല്ലാം തീയിട്ടങ്ങ് നശിപ്പിക്കുകയാണ്. കാരണം ഇനി വേറെ ആരുടെയും കയ്യില് ഇത് കിട്ടരുതെന്ന് പറഞ്ഞിട്ട്, ഇത് ഒരിക്കലും കിട്ടരുത് എന്നും പറഞ്ഞ് അങ്ങനെ ഈ ഒരു സംഭവം എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയെ കാണിക്കുകയാണ്. ഇവര് രണ്ടുപേരും ഇരട്ടകളാണ്. ഇതിൽ ആ ഒരു കണ്ണാടി ഇട്ടതാണ് നമ്മുടെ ഹീറോ. അപ്പൊ ഇവരുടെ പേര് ഹാൾ ആൻഡ് ബിൽ എന്നാണ്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ അവന്റെ സഹോദരനായിട്ടുള്ള ബില്ലിന് ഒട്ടും ഇഷ്ടമല്ല, വേറെ ഒന്നുമല്ല, ഇവര് രണ്ടുപേരും ഒരു 3 മിനിറ്റ് വ്യത്യാസത്തിലാണ് ജനിച്ചത് തന്നെ. അതുകൊണ്ട് തന്നെ ബില്ല് അവനാണ് മൂത്തവനെന്ന് പറഞ്ഞിട്ട് വെറുതെ നമ്മുടെ ഹീറോയെ ഇട്ട് ഉപദ്രവിക്കുകയും ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് തന്റെ സഹോദരനോട് അത്രയും ദേഷ്യമാണ്. ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രാത്രിയിൽ ഒരു വലിയ ഇരുമ്പ് ബോൾ എടുത്തുകൊണ്ടുവന്ന് അവന്റെ തലക്കിട്ട് കൊല്ലാൻ വരെ നമ്മുടെ ഹീറോയ്ക്ക് ദേഷ്യം. അപ്പൊ അങ്ങനെയാണ് ഇവരുടെ രണ്ടുപേരുടെയും ജീവിതം പോകുന്നത്. അതേസമയം ഇവരുടെ അമ്മയാണെങ്കിലോ അവരുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു വലിയ പണക്കാരനെ കണ്ടുപിടിച്ച് അയാളെ കല്യാണം കഴിച്ചാണ് ഇവരെ ഇപ്പോൾ വളർത്തുന്നത്. അതുമല്ല ഹീറോ ആയാലും അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ നമ്മുടെ അച്ഛൻ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അയാൾ മരിച്ചൊന്നും പോയിട്ടില്ല എന്ന് തോന്നുന്നു, സിഗരറ്റ് വാങ്ങിക്കാനെന്നും പറഞ്ഞിട്ട് എന്നും ഇറങ്ങിപ്പോയതാണ്, പിന്നീട് ഒരിക്കലും അയാളെ കണ്ടിട്ടില്ല. പക്ഷെ നിന്റെ അച്ഛൻ യൂസ് ചെയ്ത പഴയ സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പോയി അതെല്ലാം കണ്ടിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് യൂസ് ചെയ്തോ ഇതിങ്ങനെ പറയുമ്പോൾ ഇത് കേൾക്കാത്ത താമസം രണ്ടുപേരും നേരെ ചെന്ന് ആ ഒരു അലമാര തുറന്ന് അങ്ങനെ രണ്ടുപേരും ഓരോ കാര്യങ്ങളായിട്ട് എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. ആ ഒരു സമയത്താണ് സ്റ്റാർട്ടിങ് സീനിൽ നമ്മൾ കണ്ട ആ ഒരു നശിച്ച പാവയുണ്ടല്ലോ, ആ ഒരു കുരങ്ങ് പാവ, അതിന് ഇവർക്ക് കിട്ടുന്നത് അതുപോലെ ഒരു പെട്ടിക്കകത്ത് നിന്നാണ് ആ ഒരു പാവയെ കിട്ടുന്നത്. അപ്പോൾ ബില്ലാണെങ്കിലും ആ ഒരു പാവ എടുത്തിട്ട് എന്ത് വൃത്തിയേട്ട പാവ, എന്തായാലും ഇതെടുത്ത് വേസ്റ്റിൽ കളയാന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ഇത് അച്ഛന്റെ പാവയാണ്, ഇത് അച്ഛന്റെ സാധനങ്ങളാണെന്നെല്ലാം പറയുമ്പോൾ പിന്നെ അങ്ങേര് തന്നെ നമ്മളെ വിട്ടിട്ട് എവിടേക്കോ പോയി, പിന്നെയാണ് അങ്ങേര് ഉപയോഗിച്ച സാധനങ്ങൾ എന്നെല്ലാം പറയുന്നു. ഒരു അഴുക്ക ചെറുക്കല്ലേ. അങ്ങനെ ബില്ലായാലും ആ ഒരു പാവയുടെ പുറകിലായിട്ട് ഒരു കീ ഉണ്ട്, അത് പിടിച്ച് ഇങ്ങനെ തിരിക്കുമ്പോഴത്തേക്കും ഇതിന്റെ കൈ മുകളിലേക്ക് പോകുന്നു, എല്ലാം തുറന്ന് ചിരിക്കുന്നത് പോലെയെല്ലാം കാണുന്നുണ്ട്. പക്ഷെ അത് നല്ലതുപോലെ വർക്ക് ആവാത്തത് കൊണ്ട് കേടായ പാവയെന്നും പറഞ്ഞ് നേരെ ഹീറോയുടെ അടുത്തേക്ക് തൂക്കിയെറിഞ്ഞ് അവിടെയുള്ള ഒരു മുത്തച്ചിപ്പി പോലത്തെ ഒരു ബുക്കുണ്ട്, കേരളത്തിലെ മുത്തച്ചിപ്പിയല്ല അമേരിക്കൻ മുത്തച്ചിപ്പി, ആ ഒരു ബുക്കും എടുത്ത് അവൻ നേരെ റൂമിലേക്ക് പോയിട്ട് കുറച്ചു നേരത്തേക്ക് എന്നെ ഡിസ്റ്റർബ് ചെയ്തതെന്നും പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീനിൽ കാണിക്കും, ഇവരെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ബേബി സിറ്റർ ഉണ്ട്. അവരാണെങ്കിലോ ഇവരെ രണ്ടുപേരെയും കൂട്ടി വേറെ ഏതൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ നേരെ വന്ന് കാറിന്റെ പുറകിലേക്ക് കയറുമ്പോൾ ഇന്നലെ എടുത്ത ആ ഒരു കുരങ്ങിന്റെ പാവ ഇവർക്ക് മുന്നേ തന്നെ കാറിൽ വന്നിരിക്കുന്നു. ശരി, അതെന്താണെന്ന് നോക്കത്തില്ല, പെട്ടെന്ന് തന്നെ ഇവർ കാറിലേക്ക് കയറിയിരുന്നിട്ട് ഇവരെയും കൂട്ടി ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ചെല്ലുമ്പോഴത്തേക്കാണ് അതൊരു ഹോട്ടലാണ്. അതും ഈ ഒരു ചൈനീസ് ഷെഫ് ഉണ്ടല്ലോ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആഹാരം പാചകം ചെയ്ത് അവർക്ക് കൊടുക്കുന്ന രീതി നല്ലതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതെല്ലാം കണ്ട് ഇവരെല്ലാവരും അകത്തിരിക്കുന്ന സമയത്ത് ഇവിടെ വെളിയിൽ ആ ഒരു കുരങ്ങ് പാവയെ കാണിക്കുമ്പോൾ അത് പുറകിലത്തെ സീറ്റിൽ നിന്നും ഇപ്പോൾ മുന്നിലത്തെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വന്നു. ഇനിയിപ്പോ കാർ എടുത്തുകൊണ്ട് എങ്ങോട്ട് ഇങ്ങനെ പോവാനാണോ? അങ്ങനെയൊന്നുമല്ല. ആ ഒരു സീറ്റിലേക്ക് വന്നിരുന്നിട്ട് അതിന്റെ കൈ വെച്ച് ആ ഒരു ഡ്രമ്മിലേക്ക് ഡം ഡം എന്നും പറഞ്ഞിട്ട് നല്ലതുപോലെ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും ഇവിടെ ഹീറോയെ കാണിക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് ഹീറോയ്ക്ക് ഒരു തോന്നല്. എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു ഷെഫിന്റെ കയ്യിലിരിക്കുന്ന കത്തി വീശുന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഇവരുടെ അടുത്തിരിക്കുന്ന ആ ഒരു ബേബി സിറ്റർ ഉണ്ടല്ലോ, അവരുടെ തല ഇപ്പോൾ രണ്ടായിട്ട് മുറിഞ്ഞ് ആ ഒരു തല പതിയെ അവിടെ ചൂടായിരിക്കുന്ന ആ ഒരു കല്ലിലേക്ക് വന്ന് വീഴാണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടി കാണുന്നതും എല്ലാവരും നല്ലതുപോലെ പേടിച്ചിട്ട് ഇപ്പൊ അവിടെ നിന്ന് പോയി അടുത്ത ദിവസം കാണിക്കുമ്പോൾ അവരുടെ ആ ഒരു മരണാനന്തര ചടങ്ങുകളെല്ലാം നടക്കാണ്.
അങ്ങനെ അവരുടെ അടക്കമെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ 2 കുട്ടികളെയും അവരുടെ അമ്മ സമാധാനിപ്പിക്കുകയാണ്. ഒന്നും സാരമില്ല, മനുഷ്യരായാലേ എന്നാലും മരിക്കേണ്ടതല്ലേ. ഞാനും എന്നെങ്കിലും മരിക്കും, ഈ ലോകത്തുള്ള എല്ലാവരും എന്നെങ്കിലും ഒരു ദിവസം മരിക്കാൻ പോണ്, അതുവരെയും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം എന്നെല്ലാം പറഞ്ഞ് അവരുടെ വീട്ടിലെ കുട്ടികളെ നോക്കുന്ന ഒരു സ്ത്രീയാണ് മരിച്ചത്. അതുപോലും നോക്കാതെ ഇത് 3 കൂടി ഡാൻസ് കളിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ഹീറോ സാധാരണ സ്കൂളിൽ പോകുന്നു. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് അവിടെയുള്ള ഒരുപാട് പെൺകുട്ടികൾ, സാധാരണ ഈ ഒരു ആൺകുട്ടികളാണ് സ്കൂളിൽ വന്നിട്ട് ഓരോ തരികിട വേലയെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ ഹീറോയെ ഇതുപോലെ റാഗിങ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പെൺകുട്ടികളാണ്. അവനോട് ആവശ്യമില്ലാത്ത രീതിയിൽ അവൻ അച്ഛനെ പറ്റിയും അമ്മയെ പറ്റിയെല്ലാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവന്റെ പാന്റ് വലിച്ചൂരി പറഞ്ഞു കൊടുന്നു. അങ്ങനെ ഇവനായാലും വിഷമിച്ച് നേരെ വീട്ടിലേക്ക് വന്ന് തന്റെ റൂമിൽ കയറി ഇരിക്കുമ്പോൾ അവന്റെ മുന്നിലായിട്ട് ആ ഒരു കുരങ്ങന്റെ പാവ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അവൻ ചോദിക്കും, അല്ലമ്മ ഈ ഒരു പാവ ഇങ്ങനെ എന്റെ റൂമിൽ വന്നേ? അപ്പൊ അവന്റെ അമ്മ പറയും, നീ എപ്പോഴാണ് ആ ഒരു പാവ എടുത്തത്? ആ ഒരു സമയം മുതൽ തന്നെ ആ ഒരു പാവ നിന്റെ റൂമിലുണ്ടല്ലോ. അങ്ങനെ അവനായാലും അത് കേട്ട് രാത്രി കിടക്കുമ്പോഴത്തേക്കും അവൻ എന്തോ ഒരു സംശയം, ഈ ഒരു കുരങ്ങന്റെ പാവയിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി നേരെ ആ ഒരു പാവയുടെ മുന്നിലേക്ക് വന്നിട്ട്, എടാ കുരങ്ങ, സത്യം പറയും, ഞങ്ങളുടെ ബേബി സിറ്റർ മരിച്ചതും നീയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ ഒരു സമയത്താണ് അവന്റെ ചേട്ടൻ ബില്ലുണ്ടല്ലോ, അവനകത്തേക്ക് കയറി വന്ന് നമ്മുടെ ഹീറോയോട് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെ പറയുന്നു. ഈ ഒരു അഴുക്ക ചെറുക്കൻ, നമ്മുടെ ദിനേശ് അണ്ണൻ പറയുന്നത് പോലെ അഴുക്ക ചെറുക്കൻ, എന്നിട്ട് ആ ഒരു കുരങ്ങനെ നീ കല്യാണം കഴിക്കുമെന്ന് പറയണം. അങ്ങനെ പറഞ്ഞ് വീണ്ടും എന്തോ ഒരു വൃത്തിയായിട്ട കാര്യം പറഞ്ഞിട്ട് ബില്ലായാലും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോ സ്കൂളിൽ പോയിട്ട് അവന്റെ ബാഗ് ഇങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു പാവയെ അവൻ എപ്പോ എടുത്ത് വെച്ചു എന്നറിയത്തില്ല. പക്ഷെ ആ ഒരു ബാഗിനുള്ളിൽ ഈ ഒരു പാവയെ അവൻ കാണുന്നുണ്ട്. അത് സിബ് തുറക്കുമ്പോഴത്തേക്കും ആ ഒരു സമയത്ത് ഈ ക്ലാസ്സിലുള്ള പെൺകുട്ടികളുണ്ടല്ലോ, അവരെല്ലാവരും ഈ ഒരു കാര്യം കണ്ട്, മേഡം ഒരു കുരങ്ങന്റെ മറ്റൊരു കുരങ്ങനെ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹീറോയെ കളിയാക്കും. അപ്പൊ ഇത് മാത്രമല്ല അവർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഹീറോ വെളിയിലിരിക്കുമ്പോൾ കുറെ കേടായിട്ടുള്ള പഴം കൊണ്ടുവന്ന് അവന്റെ തലയിലേക്കെല്ലാം അടിച്ച് ആകെ വൃത്തികേടാക്കി വെക്കുന്നു. ഇതുകൂടി ആവുന്നതും ഹീറോ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ആ ഒരു കുരങ്ങ് പാവയെടുത്ത് മുന്നിലേക്ക് വെച്ച്, ഓ അപ്പൊ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നീ കാണുന്നുണ്ടല്ലേ, എന്നിട്ടാണോ ഒന്നും ചെയ്യാതിരിക്കുന്നേ? ഓക്കെ, നിന്റെ ഉള്ളിൽ എന്തുകൊണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ സഹോദരനാണെന്നൊന്നും നോക്കണ്ട, എന്റെ കൂടെ ജനിച്ച ബില്ല്, അവനെ തന്നെ ആദ്യം കൊല്ല്. ഇതാണ് ഞാൻ നിന്നോട് ചോദിക്കുന്ന ആദ്യത്തെ വരം എന്നും പറഞ്ഞ് ആ ഒരു പാവയുടെ പുറകിലിരിക്കുന്ന ആ ഒരു കീ ഉണ്ടല്ലോ, അത് പിടിച്ച് അങ്ങനെ തിരിക്കുകയാണ്. സ്വന്തം സഹോദരനെന്ന് പോലും നോക്കുന്നില്ല. അങ്ങനെ ഈ ഒരു പാവയായാലും തന്റെ കയ്യിലുള്ള ആ ഒരു ഡ്രമ്മ് അത് അടിക്കാൻ തുടങ്ങും. അങ്ങനെ ഇത് അടിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം താഴെ ഹീറോയുടെ സഹോദരൻ ബില്ലും അതേപോലെ തന്നെ അവന്റെ അമ്മയുണ്ട്. ഇവിടെയാണ് ഒരു ടെസ്റ്റ്. അവന്റെ സഹോദരനെ ബില്ലിന് എന്തെങ്കിലും സംഭവിക്കാൻ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാല് അവന്റെ അമ്മയുടെ കണ്ണിൽ നിന്നും കാതിൽ നിന്നെല്ലാം നല്ല രീതിയിൽ രക്തം പുറത്തേക്ക് വീണിട്ട് അവരവിടെ തന്നെ ചുരുണ്ട് വീണ് മരിക്കുകയും ചെയ്യുന്നു. ഇതൊരിക്കലും നമ്മളും പ്രതീക്ഷിക്കുന്നതല്ല. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം അവരുടെ അമ്മയുടെ മരണാനന്തര ചടങ്ങ് നടക്കുമ്പോഴത്തേക്കും ഇവര് രണ്ടുപേരും കുട്ടികളായതുകൊണ്ട് തന്നെ ഇവരെ ഇനിയിപ്പോൾ എടുത്ത് വളർത്താൻ പോകുന്നത് ആ അമ്മയുടെ സഹോദരിയും അവരുടെ ഭർത്താവും കൂടി ചേർന്നിട്ടാണ്. അതുപോലെ എല്ലാവരും അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹീറോ മാത്രം മനസ്സിൽ നിന്ന് ചിന്തിക്കുന്നുണ്ട്, എല്ലാവരും വിചാരിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് വേറെ എന്തോ അസുഖം കാരണമാണ് മരണപ്പെട്ടത് എന്നാണ്. പക്ഷെ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇതിനെല്ലാം കാരണം ആ ഒരു കുരങ്ങ് പാവയാണെന്ന്. അതിനോട് ഞാൻ കൊല്ലാൻ പറഞ്ഞത് എൻ്റെ സഹോദരനെയാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ പറയുന്ന ഒരാളെയല്ല അത് കൊല്ലുന്നത്, അതിനാരെയാണോ കൊല്ലാനായിട്ട് ആഗ്രഹിക്കുന്നത് അവരെയാണ് ആ ഒരു പാവ കൊല്ലുന്നത്. അങ്ങനെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ, ഇനിയിപ്പോ ഈ ഒരു പാവയെ ആരും എടുക്കണ്ട എന്നും പറഞ്ഞ് ഒരു പെട്ടിക്കകത്ത് വെച്ച് അടച്ച് അത് കഴിഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ ആ ഒരു മാമനാണ് വന്നിട്ട് അവനോട് സംസാരിച്ച് അവനെ സമാധാനിപ്പിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവനും ബില്ലും റൂമിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ബില്ല് നല്ലതുപോലെ തന്നെ ഉറങ്ങുന്നുണ്ട്. പക്ഷേ ഹീറോയെ കൊണ്ട് കഴിയുന്നില്ല. ഹീറോ ഇപ്പോൾ എഴുന്നേറ്റ് നേരെ താഴേക്ക് ബേസ്മെന്റിലേക്ക് ചെന്നൊരു വലിയ കത്തി എടുത്തിട്ട് ഇവിടെയാണ് ആ ഒരു പാവയെ വെച്ചിരിക്കുന്നത്. അതിനെടുത്ത് ടേബിളിലേക്ക് കിടത്തി അതിന്റെ കയ്യിൽ ഒരു ഒറ്റ വിട്ട്. അപ്പോഴേക്കും ഒരു ജീവനുള്ള ഒന്നിനെ കൊന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? രക്തമെല്ലാം വരുമല്ലോ. അതുപോലെ തന്നെ അതിന്റെ കയ്യിൽ നിന്ന് രക്തം വരുന്നു. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. രണ്ടാമതും അതിന്റെ കൈ വെട്ടിയിട്ട്, എന്റെ അമ്മ മരിക്കാൻ കാരണം നീയാണ്, അതുകൊണ്ട് നീ ഒരിക്കലും ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ചന്നാ പിന്നാ വെട്ടി. അങ്ങനെ അതിന്റെ ആ ഒരു പീസുകളെല്ലാം ഒരു കവറിലാക്കി മാറ്റി ഒരു വേസ്റ്റ് ബിന്നിലിട്ടിട്ട് അത് കഴിഞ്ഞ അടുത്ത ദിവസം ഈ ഒരു അങ്കിളും ആന്റി ഉണ്ടല്ലോ, അവരോടൊപ്പം അവരുടെ ഒരു വീടുണ്ട്, അവിടെ കുറച്ച് നാൾ പോയി നിൽക്കാന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോവാണ്. അങ്ങനെ ഇവരായാലും ആ ഒരു വീട്ടിൽ താമസിക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ നല്ലതുപോലെ ബോറടിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇഷ്ടമില്ലാതെയാണ് രണ്ടുപേരും ഇവിടെ കഴിയുന്നത്. അതേസമയം ഇവിടെ താഴെ ബില്ലുണ്ടല്ലോ, അവനിപ്പോൾ പാചകം ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ആ ജനാലയിൽ ആരോ നോക്കുന്നത് പോലെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആഹാ, വേറൊന്നുമല്ല, അതാ ഒരു നാശം പിടിച്ച കുരങ്ങന്റെ പാവ. അതുപോലെ അവ പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും ആ ഒരു ടൈമിൽ തന്നെ ഈ ഒരു പാവ വീടിനകത്തേക്ക് വരുന്നു. അപ്പൊ ഇതുകൂടി കാണുന്നത് ബില്ലെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു പാവയെ എടുത്ത് ഹീറോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട്, അല്ല ഈ ഒരു പാവ നമ്മുടെ വീട്ടിലല്ലേ ഉണ്ടായിരുന്നത്, ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് ചോദിക്കുമ്പോൾ, എടാ ഇത് ഞാൻ പീസായിട്ട് വെട്ടി നമ്മുടെ വീട്ടിലിട്ടേക്കുമായിരുന്നു, ഇത് വീണ്ടും ഒന്നായത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ബില്ല് പറയും, എന്തായാലും ഇതൊരു സാധാരണ പാവയല്ല എന്നെല്ലാം പറയുമ്പോൾ ഹീറോ പറയും, അങ്ങനെയാണെങ്കിൽ
അവര് മരിക്കാനായിട്ട് കാരണം ഈ ഒരു പാവയാണെന്നാണ് നീ പറയുന്നത്? അതൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് ബില്ലിപ്പോ എന്താ ചെയ്യുന്ന വെച്ചാല്, അവൻ ആൾറെഡി തന്നെ ഒരു കുരുത്തം കെട്ട ചെറുക്കാനാണെന്ന് നമുക്കറിയാം. ഈ ഒരു പാവ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി അതിന്റെ ആ ഒരു കീ പിടിച്ച് തിരിച്ചു കൊടുക്കുന്നതും ഈ ഒരു പാവ പെട്ടെന്ന് കൈ വെച്ചിങ്ങനെ അടിക്കാൻ തുടങ്ങും. എന്റെ മോനെ പാവം, കസേരയുടെ കാലുപോലെ കൃതാവ് വെച്ച് നമ്മുടെ മാമനുണ്ടല്ലോ, ഒന്നും അറിയാത്ത പുള്ളിക്കാരനാണ് ഈ ഒരു വീട്ടിൽ മരണപ്പെടുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാല്, അവൻ ഒരു കുഴപ്പമില്ലാതെ വീടിന് വെളിയിലേ നല്ല സമാധാനമായിട്ട് ആകാശവും കണ്ട് പുല്ലിലിങ്ങനെ കിടക്കുമായിരുന്നു. പെട്ടെന്ന് എവിടെ നിന്ന് ഒരുപാട് കുതിരകള് നല്ല വേഗതയിൽ തന്നെ അവന്റെ മുകളിലൂടെ ഓടി. പാവം നമ്മുടെ കൃതാബു മാമൻ അങ്ങനെയാണ് മരണപ്പെട്ടത്. അങ്ങനെ ഈ ഒരു സംഭവം കൂടി ഇവര് നേരിട്ട് കാണുമ്പോഴത്തേക്കാണ് നമ്മുടെ ബില്ലിനും ഇതിലെന്തൊക്കെയോ വിശ്വാസം വന്ന് രണ്ടുപേരും ആ ഒരു പാവയെ ഒരു ഡ്രമ്മിലിട്ട് അടച്ച് അതിന്റെ മുകളിൽ ഒരു ചങ്ങലയെ ചുറ്റി വെച്ച്, ഈ ഒരു വീടിന് മുകളിലായിട്ട് ഒരു വലിയ കിണറുണ്ട്, അതും വലിയ കുഴിയുള്ളൊരു കിണറാണ്. അതുകൊണ്ട് ഈ ഒരു പാവയെ ആർക്കും കിട്ടണ്ടെന്ന് പറഞ്ഞ് ആ ഒരു കിണറിലേക്ക് കൊണ്ടങ്ങിടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ ഈ ഒരു വീട്ടിൽ നിൽക്കുന്നില്ല, ഈ ഒരു നാട്ടിൽ നിൽക്കുന്നില്ല, ഇവിടെ നിന്നും തന്നെ അവിടെ പോവുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ആന്റി ആ ഒരു വീട്ടിൽ ഉറങ്ങി കിടക്കുന്ന സമയത്താണ് താഴെ എന്തോ ഒരു പാട്ട് കേൾക്കുന്ന ശബ്ദം. ഈ സമയത്ത് ആരാടാ പാട്ടിടുന്നേ എന്നും പറഞ്ഞ് അവര് കയ്യിലുള്ള തോക്കും എടുത്ത് പാതിയെ താഴേക്കിറങ്ങി വന്ന് നോക്കുമ്പോൾ റൂമിൽ നിന്നല്ല, അത് ബേസ്മെന്റിൽ നിന്നാണ് വരുന്നത്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു പാതിയെ ആ ഒരു ബേസ്മെന്റിലേക്ക് ഇറങ്ങി ചെല്ലും. അങ്ങനെ താഴേക്ക് ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അതേപോലെ തന്നെ അവർ തിരിച്ച് മുകളിലേക്ക് നടന്നു വരുമ്പോഴത്തേക്കും ആ ഒരു പടിക്കെട്ട് തടി വെച്ചുണ്ടാക്കിയതായിരുന്നു, അത് പെട്ടെന്ന് പൊളിഞ്ഞ് ഇവര് നേരെ താഴേക്ക് വീഴും. താഴേക്ക് വീണിട്ടാണ് മുകളിലേക്ക് ഒന്ന് നോക്കുമ്പോൾ ഇവർ മേക്കപ്പ് എല്ലാം ചെയ്യാൻ വേണ്ടി എന്റെ ക്ലിപ്പെല്ലാം തലയിൽ വെച്ചിരുന്നു. അതെല്ലാം മുഖത്തേക്കെല്ലാം കുത്തി കയറിയിട്ട് മുഖം ഒരു വല്ലാത്ത അവസ്ഥയായിപ്പോയി. അങ്ങനെ ഈ ഒരു മുറിവ് മാറ്റാൻ വേണ്ടി അതിനുള്ള മരുന്നെടുത്ത് അവർ നേരെ മുഖത്തിങ്ങനെ പുരട്ടാണ്. അങ്ങനെ പുരട്ടി നിൽക്കുന്ന സമയത്താണ് കിച്ചന്റെ ഭാഗത്ത് നിന്നും ഗ്യാസ് സ്മെല്ല് വരുന്നു. അപ്പൊ അത് തുറന്നു കിടക്കുവാണെന്ന് പറഞ്ഞിട്ട് അവര് നേരെ ആ ഒരു ഗ്യാസിന്റെ അടുത്തേക്ക് ചെന്ന് ഓരോ വശത്തായിട്ട് ഇങ്ങനെ മണത്ത് നോക്കണം എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഈ ഒരു സ്റ്റൗവിന്റെ മുകളിലേക്ക് ചെന്നിട്ട് അവിടെ വെച്ച് മണക്കുന്നതും പെട്ടെന്ന് ആ ഒരു സ്റ്റൗ തീ പിടിച്ച് ഇവരുടെ മുഖത്താണെങ്കിൽ മുറിവ് മാറ്റാനുള്ള ആ ഒരു മരുന്ന് തേച്ചേക്കല്ലായിരുന്നു, അതാണെങ്കിൽ കത്തിപ്പിടിക്കുന്നതായിരുന്നു. പെട്ടെന്ന് അവളുടെ തല മുഴുവനായിട്ട് അങ്ങ് കത്തിപ്പിടിച്ച് തല തീ പിടിച്ചത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് തന്നെ വീടിനകത്ത് നിന്നും വെളിയിലേക്ക് ഇറങ്ങി ഓടാൻ തുടങ്ങുന്നു. അതുമല്ല ഈ ഒരു പിള്ളേരാണെങ്കിലോ ഈ ജഗ്ഗില് പൂവെല്ലാം വിട്ടു വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം കാലിലേക്ക് ചവിട്ടി നിയന്ത്രണമില്ലാതെ നേരെ താഴേക്ക് വന്ന് അവിടെയുള്ള മൂർച്ചയൊരു തടി ഉണ്ടായിരുന്നു, അതിലേക്ക് തല കൊണ്ടിന്ന് ഇടിച്ച് ആ ഒരു സ്ത്രീയും അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. അങ്ങനെ ഈ ഒരു സംഭവം എല്ലാം കഴിഞ്ഞിട്ട് 25 വർഷങ്ങൾക്ക് ശേഷം കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയും അവന്റെ സഹോദരനും എന്തായാലും വളർന്ന് വലുതായിട്ടുണ്ട്. അതുപോലെ ഇപ്പോ ഹീറോയുടെ സഹോദരനുണ്ടല്ലോ ബില്ല്, അവൻ എവിടെയാണെന്ന് പോലും ഹീറോയ്ക്ക് അറിയത്തില്ല. ഹീറോ ആണെങ്കിൽ കല്യാണം കഴിച്ചിട്ട് അവനൊരു മകനും ഉണ്ട്. ഇപ്പൊ അവൻ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും വീട്ടിൽ സംഭവിക്കുന്നത് മറ്റൊരു കാര്യം. വേറെ ഒന്നല്ല, അവന്റെ ഭാര്യയ്ക്ക് അവനോട് ജീവിക്കാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവൾ ഇഷ്ടപ്പെടുന്ന ഒരുത്തനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഹീറോയുടെ മകനെയും അവൾക്ക് കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ ഇവളെ സ്നേഹിക്കുന്ന ആ ഒരുത്തൻ തന്റെ മകനെ ദത്തെടുത്തു കഴിഞ്ഞാല് പിന്നെ ഹീറോയ്ക്ക് ഒരിക്കലും തന്റെ മകനെ കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ ആ ഒരുത്തനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നല്ല കുടുംബം തന്നെ. അപ്പൊ ഇതെല്ലാം അവിടെ നടക്കുമ്പോഴത്തേക്കും അവന്റെ മകനായാലും ആ ഒരു റൂമിലേക്ക് കയറി വരുന്നു. അപ്പൊ ഇതേ സമയം മറ്റൊരിടത്ത് കണ്ടിട്ട് കുളിക്കാതെ നടക്കുന്ന ഒരുത്തൻ, അതും മുടിയെല്ലാം വളർത്തി. ഇപ്പൊ അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ ഒരു മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വെളിയിൽ കൊണ്ടുവന്ന് അതിങ്ങനെ വിൽക്കാറുണ്ട്. അപ്പൊ അവിടേക്ക് ചെന്നിട്ട് അവൻ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ നോക്കി നടക്കുന്ന സമയത്താണ് ഈ ഒരു കുരങ്ങന്റെ പാവ അവിടെ ഇരിക്കുന്നു. ഈ ഒരു കിണറിൽ നിന്ന് അതെങ്ങനെ കയറിയൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും ഈ ഒരു പാവയെ കണ്ട് അവൻ ഇഷ്ടപ്പെട്ടിട്ട് പണം കൊടുത്ത ആ ഒരു പാവയെ കൊണ്ടുപോവാണ്. ഈ പണം കൊടുത്ത കാലനെ കൂടെ കൊണ്ടുപോകുന്നുള്ള രീതിയിൽ പണം കൊടുത്ത ആ ഒരു പാവേനെ അവ എടുത്തോണ്ട് പോകുന്നു. ഇവിടെ ഹീറോയുടെ വീട്ടിൽ കാണിക്കുമ്പോൾ അവന്റെ മകനായാലും അവനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ അച്ഛന് ഈ സഹോദരൻ ഇങ്ങനെ ആരും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ ഒറ്റ മകനായിട്ടാണ് ജനിച്ചത് എന്ന് ഹീറോ കള്ളം പറയും. അപ്പൊ അമ്മയുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അവന്റെ അമ്മയുടെ പേര് മാത്രമാണ് കറക്റ്റ് ആയിട്ട് അവൻ പറയുന്നത്. അങ്ങനെ അതെല്ലാം സംസാരിച്ച് ഹീറോയും അവന്റെ മകനും കിടന്നുറങ്ങുന്ന സമയത്താണ് ഹീറോ ഇപ്പോൾ ഒരു സ്വപ്നം കാണുന്നു. വേറൊന്നുമല്ല, ഹീറോയുടെ മുന്നിൽ ആ ഒരു പാവ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത് പോലെയും അതേപോലെ തന്നെ ഹീറോ ഒരു വലിയ കിണറിലേക്ക് വന്ന് വീഴുന്നത് പോലെ. അപ്പൊ ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ ഞാനും ഇടയ്ക്ക് കാണാറുണ്ട്. ഒരു സ്വപ്നം കണ്ട് നമ്മൾ അവസാനിക്കുമ്പോൾ ഇതുപോലെ കിണറിൽ അല്ലെങ്കിൽ കുഴിയിൽ വീഴുന്നത് പോലെ ഞാനും സ്വപ്നം കാണാറുണ്ട്. അപ്പൊ അതുപോലെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അങ്ങനെ ആ ഒരു കിണറിലേക്ക് വീണതിന് ശേഷം ഹീറോയെ പിടിച്ച് ആ ഒരു ടേബിളിലേക്ക് കിടത്തി ഈ ഒരു കുരങ്ങ് പാവ അവനെ വെട്ടുന്നത് പോലെയാണ് അവൻ സ്വപ്നം കണ്ട് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ അത് സ്വപ്നമാണെന്നുള്ള കാര്യം അവന് മനസ്സിലായി. അങ്ങനെ എഴുന്നേറ്റിരിക്കുമ്പോഴത്തേക്കാണ് അവന്റെ സഹോദരൻ ബില്ലുണ്ടല്ലോ അവനിപ്പോ ഹീറോയെ വിളിക്കുന്നത്. അപ്പൊ ഹീറോ ആയാലും ബിൽ, ഇത് നീ തന്നെയാണോ? ഇത്രയും നാൾ നീ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ വിട്, നമ്മുടെ ആന്റി മരിച്ചു, നീ അത് അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, എങ്ങനെ മരിച്ചു? നമ്മുടെ ബേബി സിറ്റർ ഒരു കൊടൂരമായിട്ടുള്ള ആക്സിഡന്റിൽ മരിച്ചില്ലേ, അതുപോലെ ഒരു ആക്സിഡന്റിലാണ് നമ്മുടെ ആന്റിയും മരിച്ചത്. എനിക്ക് തോന്നുന്നു അതിനെല്ലാം കാരണം ആ ഒരു കുരങ്ങ് പാവയാണെന്ന്. പക്ഷെ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോ വിശ്വസിക്കത്തില്ല. അപ്പോൾ ബില്ല് പറയും, ഓക്കെ അതൊക്കെ പോട്ടെ, ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു. ആ ഒരു കുരങ്ങ് പാവയെല്ലാവരെ കൊല്ലുന്നത് എങ്ങനെയാണെന്ന്. അതൊരാളെ കൊന്നു കഴിഞ്ഞാല് ആ ഒരാളുടെ വംശത്തിലുള്ള എല്ലാവരെയും കൊന്നിട്ടേ അത് മറ്റൊരാളിലേക്ക് മാറത്തുള്ളൂ.
അതുകൊണ്ടാണ് ആ ഒരു പാവ ഇപ്പോൾ നമ്മുടെ അമ്മയെ കൊന്നതും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആന്റിയെ കൊന്നത്, അങ്കിളിനെ കൊന്നത്, അതുപോലെ അവസാനമായിട്ടും എന്നെയും നിന്നെ കൊല്ലാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് നീയല്ലേ മരിക്കാൻ പോകുന്നേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ബില്ല് പറയും, ഓക്കെ അത് ശരിയായിരിക്കാം, പക്ഷേ ഒരു കാര്യമുണ്ട്, നിന്റെ മകനും ഇപ്പോൾ നമ്മുടെ ഈ ഒരു കുടുംബത്തിൽ വന്ന് ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു പാവ കാരണം നിന്റെ മകനും ആപത്ത് വരാം. അതുകൊണ്ട് നീ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാലേ ആന്റിയുടെ വീട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ ആ ഒരു കിണറിൽ ഈ ഒരു പാവയുണ്ടോ ഇല്ലയോ എന്നൊന്ന് പരിശോധിക്കണം. ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് മനുഷ്യരെ കൊല്ലുന്നത് ഇപ്പോഴും നിർത്തിയിട്ടില്ല, ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയും നമുക്ക് തടഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ഇതെല്ലാം നിനക്കറിയാലോ, അങ്ങനെയാണെങ്കിൽ നീ തന്നെ ആ ഒരു പാവയെ തടഞ്ഞു നിർത്തിയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ബില്ലാണെങ്കിലോ ദേഷ്യം കാരണം ആ ഒരു ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. അതേ സമയം ഇവർ രണ്ടുപേരും താമസിക്കുന്ന ആ ഒരു മോട്ടലിന്റെ മുകളിലായിട്ട് ഒരു AC-യുടെ വയറുണ്ട്. അതെങ്ങനെയോ കട്ടായിട്ട് അതിൽ നിന്നുള്ള ആ ഒരു കറണ്ട് അങ്ങനെ വെള്ളത്തിലൂടെ പാസ്സായി അവസാനം അടുത്തുള്ള ആ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് വരും. അതുമല്ല ആ ഒരു സമയത്ത് തന്നെ ഒരു ലേഡി കുളിക്കാനായിട്ട് ആ ഒരു പൂളിന്റെ മുകളിലേക്ക് നിൽക്കുമ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. ഹീറോ അവരോട് ചാടരുത് എന്ന് പറയാനായിട്ട് വരുന്നതിന് മുന്നേ തന്നെ പാവം അവരെടുത്ത് നേരെ ആ ഒരു വെള്ളത്തിലേക്ക് ഒരു ഒറ്റച്ചാട്ടം വീണുടനെ തന്നെ ഷോക്ക് അടിച്ച് അവരുടെ ശരീരമെല്ലാം പൊട്ടിച്ചിതറി. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്നിരുന്നാലും പൊട്ടിച്ചിതറി അവരുടെ കൈ നേരെ നമ്മുടെ ഹീറോയുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ ഇതുകൂടി കാണുന്നതും ഹീറോ പെട്ടെന്ന് അവന്റെ മകനെ വിളിച്ചിട്ട് ഉറയും കിടക്കാണ് അവനെ തട്ടി എഴുന്നേൽപ്പിച്ച്, ഓക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോവാം, ഇതിന് വെളിയിലൊരു സ്ത്രീ ഇല്ലെങ്കിൽ വേണ്ട, അത് പറയുന്നില്ല, നമുക്ക് എന്തായാലും പോവാന്ന് പറഞ്ഞ് അവനെയും വിളിച്ച് നേരെ കാറിലേക്ക് വന്നിരുന്നിട്ട് അവിടെ നിന്നും കാർ സ്റ്റാർട്ട് ചെയ്ത് മറ്റൊരു മോട്ടലിന്റെ അടുത്തേക്ക് ചെന്ന്, ഓക്കെ ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം, എന്നിട്ട് നാളെ മറ്റൊരിടത്തേക്ക് പോവാന്ന് പറയുമ്പോൾ, എന്നിട്ട് അടുത്ത ദിവസം നിന്നെ എന്തായാലും ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം എന്നിങ്ങനെ പറയുമ്പോൾ അവൻ ചോദിക്കും, അല്ല ഇപ്പൊ എന്തു പറ്റി പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനായിട്ട്, അതിലും അത്യാവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മോനെ ഞങ്ങളുടെ ആന്റി ഞങ്ങളെ വളർത്തിയല്ലോ, ആ ഒരു ആന്റി മരിച്ചുപോയി, ആ ഒരു സ്ഥലത്തേക്ക് നീയാണെങ്കിൽ വന്നുകൂടാ, അതുകൊണ്ടാണ് നിന്നെ ഞാൻ കൊണ്ടുപോകാത്തത് എന്ന് പറയുമ്പോൾ അവനായാലും പറയും, അച്ഛൻ എനിക്ക് അമ്മയോട് താമസിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല, ഞാൻ അച്ഛനോടൊപ്പം വന്നോട്ടെ പ്ലീസ് എന്നെ കൂടി കൊണ്ടുപോകാൻ പറയുമ്പോൾ വേറെ വഴിയില്ലാതെ നമ്മുടെ ഹീറോ അവനെ കൊണ്ട് അവന്റെ ആന്റിയുടെ വീട്ടിലേക്ക് പോയിട്ട് അന്ന് രാത്രി അവർ കിടന്നുറങ്ങി. അടുത്ത ദിവസം ഹീറോ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവന്റെ മകനെ എവിടെ കാണുന്നില്ല. അയ്യോ ഇനി തന്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചോ എന്നും പറഞ്ഞിട്ട് നോക്കിയിരിക്കുന്നത് പെട്ടെന്ന് ഡോർ തുറന്ന് അവനകത്തേക്ക് കയറി വരുന്നു. അപ്പോഴാണ് ഹീറോയ്ക്ക് ഇത്തിരി സമാധാനാവുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവരുടെ ആന്റിയുടെ വീട്ടിലേക്ക് പോവാണ്. സോറി, ഇന്നലെ കിടന്നത് വേറൊരു മോട്ടലിലാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഒരു വീടിനടുത്തേക്ക് എത്തുമ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരിയുണ്ട്. അവരാണെങ്കിൽ നമ്മുടെ ഹീറോയെ കണ്ട ഉടനെ തന്നെ കാറിനടുത്തേക്ക് വന്നിട്ട് ഹീറോയെ പറ്റി സംസാരിച്ച അവന്റെ സഹോദരനുണ്ടല്ലോ ബില്ല്, അവനെ പറ്റി സംസാരിക്കുന്നു. അപ്പൊ ഇത് കേൾക്കുന്ന ഹീറോയുടെ മകനാണെങ്കിൽ ഇതിനു മുന്നേ തന്നെ അവൻ പറഞ്ഞിരുന്നു തനിക്ക് ഈ സഹോദരങ്ങൾ ആരും ഇല്ലാന്ന്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ അവനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിരുന്നാലും ഒന്നും മിണ്ടാതെ നമ്മുടെ ഹീറോയോടൊപ്പം തന്നെ ആ ഒരു വീടിനകത്തേക്ക് കയറി വരും. അങ്ങനെ അകത്തേക്ക് പോകും തോറും ആ ഒരു സ്ത്രീ നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ട്, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഈ ഒരു ഏരിയയിൽ ചുറ്റിനുള്ളവര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരണപ്പെടുന്നുണ്ട്, ആഴ്ചയിലാണ് ഓരോരുത്തരായിട്ട് മരണപ്പെടുന്നത്. ഒരുത്തൻ പുല്ലുവെട്ടുന്ന മെഷീന്റെ അടിയിൽ പെട്ടു, മറ്റൊരുത്തൻ ഒരു കോഫി മെഷീന്റെ ആവി മുഖത്ത് തട്ടി അങ്ങനെ മരിച്ചു. ഇങ്ങനെ പല രീതിയിലും പലരും മരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, ഇവിടെ വേറൊരു കുഴപ്പമില്ല. ആ കൊള്ളാം, ഇത്രയും പേര് മരിച്ചിട്ട് ഒരു കുഴപ്പമില്ലാന്ന്. അമ്മച്ചി എന്തായാലും കച്ചവടക്കാര് തന്നെ. അങ്ങനെ അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ ചോദിക്കും, അല്ല ഈ ഒരു വീട്ടില് ഞാനും എൻ്റെ ഒരു കുരങ്ങിന്റെ പാവയെ വെച്ച് കളിച്ചിരുന്നു, അത് നിങ്ങൾ കണ്ടോന്ന് ചോദിക്കുമ്പോൾ, ഇല്ലില്ല ഞങ്ങൾ വീട് നല്ലതുപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു പാവയെ ഞങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ഒരു റൂമിന്റെ ഡോർ തുറക്കാനായിട്ട് വരുമ്പോൾ ഹീറോ പറയും, ഇല്ല മേഡം അതിപ്പോ എന്തായാലും തുറക്കണ്ട, അതിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, ഏയ് അതിനെന്താ കുഴപ്പം, ഇത് സാധാരണ റൂമല്ലേ. ഇല്ല മേഡം അത് തുറക്കണ്ട, എനിക്കെന്തോ നല്ലതായിട്ട് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ, മിണ്ടാതിരിക്കും മോനെ, വെറുതെ കിടന്ന് സംസാരിച്ചെന്ന് പറഞ്ഞ് ഡോർ പെട്ടെന്ന് തുറക്കുന്നതും ആ ഒരു ഡോർ തുറക്കുന്നതും ഒരു ഷോട്ട് ഗണ്ണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ബുള്ളറ്റ് അവരുടെ ശരീരത്തിലേക്ക് കയറി ശരീരം മുഴുവൻ പൊട്ടിത്തെറിച്ച് അവരവിടെ വെച്ച് തന്നെ മരിക്കുന്നു. അതുമല്ല അവരുടെ വിരലാണെങ്കിലോ ഹീറോയുടെ വായിനകത്തിരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഈ ഒരു കാര്യം അറിഞ്ഞ അവിടേക്ക് പോലീസുകാരെല്ലാം വരികയാണ്. എന്നിട്ട് ഹീറോയോടും അവന്റെ മകനോടും കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കും. അങ്ങനെ പോലീസുകാരെല്ലാം പോയതിനു ശേഷം ഈ ഒരു കുരങ്ങിന്റെ പാവ വീട്ടിൽ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഹീറോ എല്ലായിടത്തും അന്വേഷിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ എവിടെ കിട്ടുന്നില്ല. ആ ഒരു സമയത്ത് തന്നെ ഹീറോയുടെ സഹോദരൻ ബില്ലുണ്ടല്ലോ ഹീറോയെ വിളിക്കുന്നത്. ഹീറോ ചോദിക്കും, ഈ കറക്റ്റ് സമയത്ത് തന്നെ നീ എങ്ങനെ വിളിച്ചത്? ഓക്കെ ഞാൻ വീട് മുഴുവൻ അന്വേഷിച്ചു, പക്ഷേ വീട്ടിലെവിടെയും ആ ഒരു കുരങ്ങിന്റെ പാവയെ കണ്ടില്ല. ഇതിനു ശേഷം എനിക്ക് എന്താണെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ബില്ല് പറയും, ഓ അങ്ങനെയാണല്ലേ, ശരി അങ്ങനെയാണെങ്കിൽ നീ അടുത്തുള്ള ഒരു മോട്ടലിൽ പോയിട്ട് താമസിക്കും, ഞാനൊരു സിഗ്നൽ അയക്കാം, അത് കിട്ടിയതിന് ശേഷം മാത്രം ഈ ഒരു വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോ ചോദിക്കും, അല്ല നീ എവിടെ നിന്നാ വിളിക്കുന്നത്, നീ ഇപ്പൊ എവിടെയുള്ളതെന്ന് ചോദിക്കാനായിട്ട് വരുമ്പോൾ അവൻ ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് ചോദിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ടെലിഫോൺ ബുക്ക് ഉണ്ടല്ലോ എല്ലാവരുടെയും നമ്പറുള്ള, അതിൽ നിന്നും അവന്റെ സഹോദരന്റെ നമ്പർ കണ്ടുപിടിച്ച് ഇപ്പോൾ വിളിച്ചിട്ട് അവനോട് സംസാരിക്കുമ്പോഴത്തേക്കാണ് അവൻ വളരെ വിചിത്രമായിട്ടൊരു ഭ്രാന്തനെ പോലെ സംസാരിക്കുന്നു. പക്ഷെ അവൻ സംസാരിക്കുന്ന കാര്യം വെച്ചാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ഇവരുടെ വീട്ടിലെ ഇവരുടെ ആ ഒരു ആന്റി മരിച്ചത് മോട്ടലിലുള്ളപ്പോ
അവിടെ ആ ഒരു ലേഡി സ്വിമ്മിംഗ് പൂളിൽ വീണ് മരിച്ചത്, പിന്നെ ഇവിടെ വന്ന ആ ഒരു റിയൽ എസ്റ്റേറ്റ് ലേഡി അവര് മരിച്ചത്, ഇതിനെല്ലാം കാരണം ഈ ഒരു സഹോദരൻ ബില്ലാണ്. എങ്ങനെയാണെന്ന് വെച്ചാലേ ആ ഒരു കുരങ്ങന്റെ പാവ ഇപ്പോൾ ഉള്ളത് ബില്ലിന്റെ കയ്യിലാണ്. അതുമല്ല അതിന്റെ കീ ആണെങ്കിൽ അവന്റെ കയ്യിൽ തന്നെയുണ്ട്. അപ്പൊ അതവൻ ഒരുപാട് തവണ യൂസ് ചെയ്തതുകൊണ്ടാണ് ഒരുപാട് പേര് പല സാഹചര്യത്തിൽ മരണപ്പെട്ടത്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു ബില്ലിന്റെ ഭാഗത്ത് നിന്നും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഇവർ രണ്ടുപേരും ആ ഒരു പാവയെ ഒരു പെട്ടിയിലാക്കി കിണറിലേക്ക് കൊണ്ടിട്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബില്ല് മാത്രം ആ ഒരു പാവയെ എടുക്കാൻ വേണ്ടി ഈ ഒരു കിണറിനകത്തേക്ക് ഇറങ്ങും. പക്ഷെ അവിടെ ചെന്നിട്ട് അവൻ നല്ലതുപോലെ നോക്കുമ്പോൾ ഈ ഒരു പാവയെ കിട്ടുന്നില്ല. പകരം അതിൽ യൂസ് ചെയ്യുന്ന ആ ഒരു കീ മാത്രമാണ് അവന് കിട്ടുന്നത്. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം ഇത്ര നാളായിട്ട്, ഇത്രയും വർഷമായിട്ട് ആ ഒരു കുരങ്ങന്റെ പാവ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി അവൻ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ നടക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കുളിക്കാത്തവനുണ്ടല്ലോ മുടി വളർത്തിയ ഒരുത്തൻ, അവൻ ഈ ഒരു പാവയെ വിൽക്കാനായിട്ട് ഒരിടത്ത് കൊണ്ട് വെക്കുന്നത് ബില്ല് കാണുന്നത്. അങ്ങനെ അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു പാവയെ വാങ്ങി നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അതിന് ആ ഒരു കീയും വെച്ചിട്ട് അത് വർക്കാവുന്നുണ്ടോ എന്ന് നോക്കുന്നത് ഇവൻ തന്നെയായിരുന്നു. അങ്ങനെ അവൻ ഓരോ തവണയും ആ ഒരു കീ ഇങ്ങനെ തിരികിയത് കൊണ്ടാണ് ഓരോരുത്തരായിട്ട് പല സാഹചര്യത്തിൽ മരണപ്പെട്ടതും. അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്ക് അവസാനിക്കുന്നതും കുളിക്കാത്തവനുണ്ടല്ലോ, അവന്റെ പേര് റിക്കി എന്നാണ്. നമുക്ക് എന്തായാലും കുളിക്കാത്തവൻ എന്ന് തന്നെ വിളിക്കാം. അവനിപ്പോ ഈ ഒരു പാവയെ പറ്റി അറിഞ്ഞ്, അതിന്റെ ആ ഒരു ശക്തി ഉണ്ടല്ലോ അതിനെപ്പറ്റി അറിഞ്ഞിട്ട് നേരെ ബില്ലിനടുത്തേക്ക് വന്ന് ആ ഒരു പാവയെ തനിക്ക് തരാനായിട്ട് പറയാണ്. പക്ഷെ നമ്മുടെ ബില്ലാണെങ്കിലോ അതിനെപ്പറ്റി അറിയാവുന്നത് കൊണ്ട് തന്നെ അത് തരത്തില്ലാന്ന് പറയും. അപ്പൊ കുളിക്കാത്തവനായാലും നേരെ വീട്ടിലേക്ക് വന്നിട്ട് അവന്റെ കയ്യിലുള്ള ഒരു തോക്ക് കൊടുത്ത് ദേഷ്യം കാരണം എവിടേക്കോ പോകുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ അവന്റെ മകനെയും കൂട്ടി ബില്ല് പറഞ്ഞ ആ ഒരു മോട്ടലിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് തന്നെ ഹീറോ അവന്റെ മകനോട് പറയുന്നുണ്ട്, എന്തായാലും ഈ ഒരു പ്രശ്നത്തിൽ നീ ഇടപെടണ്ട, ഞാൻ നാളെ തന്നെ നിന്റെ അമ്മയുടെ അടുത്തേക്ക് നിന്നെ കൊണ്ടാക്കാം എന്ന് പറയുമ്പോൾ അവൻ പറയും, ഓ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടാക്കിയിട്ട് പിന്നെ എന്നെ ഉപേക്ഷിച്ച് പോകാനായിട്ട്? അവര് രണ്ടുപേരും എന്നെ ദത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അച്ഛനെന്നെ കാണാൻ വരണ്ടല്ലോ, അതിനു വേണ്ടിയില്ല ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഹീറോയോട് സംസാരിച്ച് ഇവർ ആ ഒരു മോട്ടലിലേക്ക് വന്നിട്ട് ഒന്നും മിണ്ടാതെ ബാത്റൂമിനകത്തേക്ക് അവൻ കയറി പോവാണ്. ആ ഒരു സമയത്ത് തന്നെ ബില്ലി നമ്മുടെ ഹീറോയെ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോ ആയാലും ബില്ലിനോട് പറയുന്നത്, ഹേ ബിൽ, നീ ഇപ്പോഴും വലിയൊരു തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി, ആ ഒരു പാവ നിന്റെ കയ്യിലാണുള്ളത്. നീ ആ ഒരു പാവയുടെ ചാവി അത് തിരികുന്ന ഓരോ സമയവും പാവപ്പെട്ട ഓരോ മനുഷ്യരായിട്ട് മരണപ്പെടുകയാണ്. അപ്പോഴേക്കാണ് ബില്ല് പറയുന്നത്, ഓ അങ്ങനെയാണല്ലേ, ഞാനത് നിർത്താം. പക്ഷേ നീ നിന്റെ മകനെയും കൂട്ടി എന്റെ അടുത്തേക്ക് വരണം. അവൻ വന്ന് ഈ ഒരു പാവ തിരികട്ടെ. പക്ഷെ അവനൊരു കുഴപ്പം സംഭവിക്കില്ല, മറ്റുള്ളവർക്കും എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഒരുപക്ഷെ നീ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് വീണ്ടും തിരികൊണ്ടേയിരിക്കും. അപ്പോഴേക്കും സാധാരണപ്പെട്ട ഒരുപാട് മനുഷ്യർ പിന്നെയും മരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അവന്റെ ആ ഒരു അഡ്രസ്സ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴേക്കാണ് ഇവിടെ നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് തോക്കും കൊണ്ട് ആ ഒരു കുളിക്കാത്തവൻ കയറി വന്ന് ഹീറോയെ വിളിച്ച് അവന്റെ കാറിൽ കയറ്റിയിട്ട് ഇപ്പോൾ ഹീറോയെ നേരെ അവന്റെ സഹോദരനായിട്ടുള്ള ബില്ലിന്റെ അടുത്തേക്ക് കൊണ്ടുവരാണ്. ആ ഒരു ബിൽഡിങ്ങിന്റെ വെളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ലടാ കുളിക്കാത്തവനെ, നീ എന്തിനാ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നേ? എന്തിനാണെന്നോ, നിന്റെ ബ്രദറില്ലേ, അവന്റെ കയ്യിൽ എനിക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമുണ്ട്, അതെടുത്ത് തന്നിട്ട് നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് പോയിക്കോ. അതൊരു സാധാരണ മങ്കി പാവയല്ല, അതൊരു പിശാചാണ്, ഒരു രാക്ഷസൻ. എന്നിരുന്നാലും അവൻ കേൾക്കാതെ ഇപ്പോ ഹീറോയുടെ മകനോട് പറയും, മോനെ, നീ ഇപ്പൊ ആ ഒരു പാവയെ എടുത്തോണ്ട് വെളിയിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛന്റെ തല ഞാൻ ഷൂട്ട് ചെയ്ത് തകർക്കും എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇപ്പോൾ അവനായാലും വേറെ വഴിയില്ലാതെ ആ ഒരു റൂമിനകത്തേക്ക് കയറി പോകുമ്പോഴത്തേക്കും അവിടെയുള്ളൊരു ചരടിലേക്ക് ഈ ഒരു പയ്യൻ ഇങ്ങനെ ചവിടി കൊടുക്കും. അപ്പോഴേക്കും പുറകിലൂടെ ഒരു കോടാലി വന്ന് അടുത്തൂടെ ഇങ്ങനെ തട്ടിയിരിക്കുന്നു. വേറെ ഒന്നുമല്ല, ഇവനെ കൊല്ലാൻ വേണ്ടി ഏതോ ട്രാപ്പെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ഇവൻ അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കാണ് ഭ്രാന്തനായിട്ടുള്ള ബില്ല് ഇപ്പൊ ആ ഒരു പാവയോട് സംസാരിക്കുകയാണ്. ദേ നോക്ക്, ഞാൻ പറയുന്നത് എന്തെങ്കിലും നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ആരെയാണ് കൊല്ലാൻ പറയുന്നത്, അവരെ മാത്രമേ നീ കൊല്ലാവൂ എന്നെല്ലാം പറഞ്ഞ ആ ഒരു പാവയെടുത്ത് കയ്യിൽ വെക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ മകൻ അകത്തേക്ക് കയറി വരുന്നത് അവൻ കണ്ടു. ഇത് കാണുമ്പോഴത്തേക്കും ബില്ല് നേരെ അവന്റെ അടുത്തേക്ക് ചെന്ന് ആ ഒരു പാവയെ കാണിച്ചിട്ടാണ് പറയുന്നത്, നമ്മുടെ പരമ്പരയിലുള്ള എല്ലാവരും ഈ ഒരു പാവയുടെ കീ തിരികിയിട്ടുണ്ട്, ആ ഒരു കാര്യം ഇപ്പോൾ നീയും ചെയ്യണം. അപ്പൊ ഇവനായാലും അതെന്താണെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു പാവ വാങ്ങിയിട്ട് അതിങ്ങനെ തിരികെ കൊടുക്കുന്നതും ഇവിടെ വെളിയിൽ കാറിൽ കാണിക്കുമ്പോൾ നമ്മുടെ കുളിക്കാത്തവൻ ഈ ഒരു തോക്ക് കയ്യിൽ വെച്ച് അറിയാതെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ബുള്ളറ്റ് അടുത്തുള്ളൊരു മരത്തിലെ തേനീച്ച കൂടിനകത്തേക്ക് കൊള്ളും. കുറച്ച് കഴിയേണ്ട താമസം ഈ ഒരു തേനീച്ചകളെല്ലാം കൂടി കൂട്ടത്തോടെ കാറിനകത്തേക്ക് കയറി ആ കുളിക്കാത്തവന്റെ വായിലൂടെ കയറിയിട്ട് അവനെ കൊന്ന് അവിടെ നിന്ന് പറന്നങ്ങ് പോവാണ്. ഒരു വല്ലാത്ത സീനാണത്. ഇപ്പൊ ഈ ഒരു കാര്യം ഇവര് രണ്ടുപേരും അകത്ത് നിന്ന് കാണുമ്പോഴത്തേക്കാണ് സത്യത്തില് ബില്ല് ഇപ്പോൾ ഇവരെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേറൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാല് ഇവരുടെ അമ്മ മരിക്കാൻ കാരണം നമ്മുടെ ഹീറോ ആണെന്നുള്ള കാര്യം ബില്ല് മനസ്സിലാക്കി. അതും ഈ ഒരു പാവ കാരണം. അതുകൊണ്ട് തന്നെ ഹീറോയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവനെ പറ്റി മനസ്സിൽ ചിന്തിച്ച് ഈ ഒരു പാവയുടെ കീ ഒരുപാട് തവണ തിരിക്കുന്നത്. പക്ഷെ അങ്ങനെ തിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ മാത്രം മരിക്കുന്നില്ല, സാധാരണപ്പെട്ട ഒരുപാട് ആളുകളാണ് മരണപ്പെടുന്നത്. അതുമല്ല, പണ്ടാണെങ്കിൽ ഹീറോ തിരിച്ചതുകൊണ്ടാണല്ലോ അവന്റെ അമ്മ മരിച്ചത്. അതുപോലെ ഹീറോയുടെ മകൻ ഇപ്പോൾ ആ ഒരു പാവ തിരിച്ചു കഴിഞ്ഞാല് ഹീറോ മരിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഇവരെ രണ്ടുപേരെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇപ്പോ ബില്ല് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പൊ എത്ര തിരിച്ചിട്ടും
നമ്മുടെ ഹീറോ മരിക്കാത്തത് കൊണ്ട് തന്നെ ബില്ല് പറയും ആ ഒരു പാവ എനിക്ക് തരാൻ പറയുമ്പോൾ ഹീറോയുടെ മകന് മനസ്സിലായി ഈ ഒരു പാവയിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ തരത്തില്ല, ഇത് വെച്ച് ആരെയും കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങ് തരാൻ പറഞ്ഞ് ബില്ല് ആ ഒരു പാവയെ വാങ്ങി അതിന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചിട്ടാണ് പറയുന്നത്, നിന്നോട് ഞാൻ എന്താണ് പറഞ്ഞത്, എന്റെ സഹോദരനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ? പക്ഷെ നീയാണെങ്കിലോ നിനക്കിഷ്ടമുള്ള ഒരുപാട് പേരെയാണ് കൊല്ലുന്നത്. എന്താ അങ്ങനെയൊന്നും ചെയ്യാത്തേ, ഞാൻ പറയുന്നത് പോലെ ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ച് അതിന്റെ കൈ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കാണ് ഈ ഒരു ഡ്രമ്മിൽ അടിക്കാത്ത രീതിയിൽ. പക്ഷെ ആ ഒരു പാവയാണെങ്കിലും അത്രയും സ്ട്രോങ്, അവനെ കൊണ്ട് അനക്കാൻ പോലും കഴിയുന്നില്ല. ഒരവസരത്തിൽ ആ ഒരു പാവ അവനെ എടുത്ത് ദൂരേക്ക് കളഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു പാവയെ ഇവൻ നല്ലതുപോലെ തന്നെ വേദനിപ്പിച്ചതുകൊണ്ട്, സാധാരണ അത് പതിയാണല്ലോ ആ ഒരു ഡ്രം അടിക്കുന്നത്, പക്ഷെ ഇത്തവണ നല്ല വേഗതയിൽ ആ ഒരു മങ്കി പാവ ഈ ഒരു ഡ്രം അടിക്കാൻ തുടങ്ങുന്നു. അപ്പൊ ഇതുകൂടി കാണുന്നതും ബില്ല് വിചാരിക്കും താൻ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നതും ഇപ്പൊ ഈ ഒരു ഗ്രാമത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പല ആളുകളും കരയുന്ന ശബ്ദം നല്ലതുപോലെ കേൾക്കാൻ കഴിയുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. അതുപോലെ ഈ ഒരു ബിൽഡിംഗ് തകർത്തു വരെ ഒരുപാട് പേര് മരണപ്പെട്ട് താഴേക്കൊന്ന് വീഴുന്നു. അങ്ങനെ ഇവരെല്ലാവരും മരിച്ചതിന് ശേഷമാണ് നമ്മുടെ ഹീറോ ഇതിനകത്തേക്ക് കയറി വരുന്നത്. അപ്പോഴാണ് ആ ഒരു സഹോദരൻ ബില്ല് പറയുന്നത്, സത്യം പറയാലോ നമ്മുടെ അമ്മ മരിച്ചതിന് കാരണം നീയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, അതുകൊണ്ട് നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാവയെ ഇതുപോലെ യൂസ് ചെയ്തത്. പക്ഷെ അതെനിക്ക് കഴിഞ്ഞില്ല, അതുകൊണ്ട് നിന്റെ മകനെ വെച്ചെങ്കിലും നിന്നെ കൊല്ലാന്ന് വിചാരിച്ചപ്പോൾ അതും ഇപ്പൊ കഴിയുന്നില്ല. അതുകൊണ്ട് സത്യം പറയേ നമ്മുടെ അമ്മയെ കൊന്നത് നീയല്ലേന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഏയ് അതൊന്നും എനിക്കറിയത്തില്ല, അന്ന് ഞാൻ ഒരു ചെറിയ പയ്യനല്ലായിരുന്നു, ഈ ഒരു പാവ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ശരി, എന്തൊക്കെ പ്രശ്നമാവട്ടെ, ഇതെല്ലാം വിട്ടേക്ക്, എല്ലാം അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഹീറോ അവന്റെ സഹോദരനോട് സംസാരിക്കുമ്പോൾ രണ്ടുപേരും ട്വിൻസ് ആണ്. അതേപോലെ തന്നെ അവർ തമ്മിലൊരു ബോണ്ട് ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ രണ്ടുപേരും ഇപ്പോൾ പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നു. പക്ഷെ അതിനു മുന്നേ തന്നെ ഈ ഒരു കുരങ്ങൻ പാവ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അവിടെ വലിയൊരു പീരങ്കിയുണ്ട്, അത് വെച്ച് അതിലുള്ള ആ ഒരു ബോൾ വെച്ച് ഈ ഒരു സഹോദരൻ ബില്ലിന്റെ തലയിലേക്ക് അടിച്ച് അവനെ കൊല്ലുന്നു. അതും എന്ത് ബോളാണെന്നറിയോ, സ്റ്റാർട്ടിങ് സീനിലെ ഇവൻ ഒരു ബോൾ എടുത്തിട്ട് തന്റെ സഹോദരന്റെ തലയിലേക്ക് ഇട്ട് കൊല്ലാന്ന് വിചാരിച്ചല്ലോ, അതേ ഇരുമ്പ് ബോൾ വെച്ച്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ ഹീറോയും അവന്റെ മകനും അവരുടെ കാറില് തിരിച്ചിങ്ങനെ പോവാണ്, വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. പോകുമ്പോഴത്തേക്കും ഈ ഒരു ഗ്രാമത്തിലുള്ള ഒരുപാട് പേരും പലയിടങ്ങളിലായിട്ട് മരണപ്പെട്ട് കിടപ്പുണ്ട്. അതുപോലെ ഇവരുടെ കാറിന് പുറകിലായിട്ട് ആ ഒരു കുരങ്ങന്റെ പാവയിരിപ്പുണ്ട്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഇവരെടുത്ത് ഏതോ ഒരാളുടെ ആത്മാവ് ഒരു കുതിര പുറത്തേക്കിങ്ങനെ പോകുന്നത് പോലെ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരാളുടെ പാവയാണോ ഇത്, നമുക്കറിയത്തില്ല. അങ്ങനെ ഇവര് എല്ലാം കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഒരു സ്കൂൾ ബസ് പതിയെ ഇങ്ങനെ പോകുന്നു. അതിലുള്ള കുട്ടികളെല്ലാം കൂടി വെളിയിലേക്ക് തലയിട്ട് നല്ല ഹാപ്പി ആയിട്ട് സന്തോഷിച്ച് എന്തൊക്കെയും പറഞ്ഞിങ്ങനെ പോവാണ്. പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും ഒരു വലിയ ട്രക്ക് ഈ ഒരു ബസ്സിനടുത്തൂടെ ഇങ്ങനെ പോകുന്നതും പോയി കഴിയുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോൾ ആ ഒരു ബസ്സിലുള്ള എല്ലാ പിള്ളേരുടെയും തലയെല്ലാം അറ്റുപോയിട്ട് അതെല്ലാം മരണപ്പെട്ടു. ഇതാണ് പറയുന്നത് ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്കും കൈയും തലയൊന്നും പുറത്തേക്ക് ഇടരുതെന്ന്. നമ്മുടെ എല്ലാ കൊച്ചു കൂട്ടുകാരും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരു കാരണവശാലും ബസ്സിന്റെ അല്ലെങ്കിൽ വണ്ടികളുടെ വെളിയിലേക്ക് കൈയോ തലയോ കാലോ ഒന്നും എടുത്ത് പുറത്തിടരുത്. ഓക്കെ, അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു കുരങ്ങന്റെ പാവ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ, ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ്, ഇനിയും ഉണ്ട് ഒരുപാട് എന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ അടുത്ത പാടിനി എന്നെങ്കിലും ഇവർ ഇറക്കുമായിരിക്കും. അതിൽ മാത്രമേ ഈ ഒരു പാവ എങ്ങനെയാണ് ഉണ്ടായത്, ആരാണ് ഇതിനെ ഉണ്ടാക്കിയത്, എവിടെ നിന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം എന്നെല്ലാം നമുക്ക് അറിയാൻ കഴിയത്തുള്ളൂ. വെയിറ്റ് ചെയ്തിരിക്കാം. അതുവരെയ്ക്കും ബൈ.